സർക്കാർ തലത്തിൽ ചിലപ്പോൾ പരിമിതികളുണ്ടെന്ന് സാറ് പറയുമായിരിക്കും. ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് പരിമിതികളെപ്പറ്റി സാറ് പറയുമായിരിക്കും. പക്ഷേ സർക്കാർ തലത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഇപ്പോൾ വയനാട് ദുരന്തം നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ ദുരന്തങ്ങൾ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് തന്നെ നമ്മളെ കരയിപ്പിച്ച് കണ്ണീരണിയിപ്പിച്ച പലതും കണ്ടതാണ്. ഈ ദുരന്തങ്ങളുടെ എല്ലാം പിന്നിൽ പരിസ്ഥിതിയുടെ താള തെറ്റലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാനതാണ് ചോദിക്കുന്നത്. ജൂൺ 5 നമ്മൾ നടുന്ന തൈകൾ, ആ തൈകൾ പലതും കരിഞ്ഞു തുടങ്ങി പോവാണ്. അതേ കുഴിയിലാണ് വീണ്ടും അടുത്ത കൊല്ലം പലരും നടുന്നത്. ഈ പറഞ്ഞതുപോലെ ആരോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളം മൊത്തം കാടായിരുന്നേനെ. ഇതെല്ലാം ഞാൻ ചോദിക്കുന്ന സർക്കാർ തലത്തിൽ ഫലപ്രദമായ ഒന്ന്. നമ്മൾ ഈ ഓണത്തിന് ഓണാഘോഷവും ഓണം വാരാഘോഷവും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അത് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണോ? പക്ഷേ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സർക്കാർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് സമൂഹത്തിൻ്റെ ചിന്തയുടെ പരിച്ഛേദമാണ് സർക്കാർ. സമൂഹത്തിന് പരിസ്ഥിതിയോട് ബന്ധമുണ്ടോ? നമ്മൾ കാണുന്ന ഒരു 100 പേരെ ഒരു ദിവസം നമ്മൾ കാണുമെങ്കിൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളീ പറഞ്ഞതുപോലെ ഒരു പരിസ്ഥിതിയുടെ ഒരു വിനീത വിധേയരായി നിൽക്കുന്ന, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ജോലിയാണെന്ന് വിചാരിക്കുന്ന 100-ൽ 2 പേരെ 3 പേരെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പിന്നെ ജീവിക്കണ്ടേ സാറേ, ഇത് മനസ്സിലായില്ലേ? ഈ പ്രായോഗികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇല്ലായ്മകളുടെ ഒരു ഘട്ടം കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു സാമ്പത്തികമായ ഭദ്രതയും ജീവിത സുഖങ്ങളുമൊക്കെ സാധാരണ മനുഷ്യന് കുറച്ചുകൂടെ പ്രാപ്യമാവുമ്പോഴേ അവർക്ക് ഇതൊരു പക്ഷേ യോജിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ടായിരിക്കണം യൂറോപ്പിലൊക്കെ ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഇന്ന് ജനജീവിതത്തിൻ്റെ ഭാഗമായി. നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസമാണ് പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചാണ്. അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച കൊണ്ട്, ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഭദ്രത കൊണ്ട് അവരിതിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയിട്ട് എൻ്റെ മോള് താമസിക്കുന്ന സ്ഥലത്ത് ആ പാർക്കിൽ തന്നെയായിരുന്നു ഞാൻ ത്രൂ ഔട്ട്. അവിടെ സൈക്കിൾ ചെയ്യപ്പെട്ടാൽ അവിടെ ഇഷ്ടംപോലെ വനങ്ങൾ നഗരത്തിനകത്ത് വനങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്കതിനോട് നടക്കാനുള്ള വഴിയുണ്ട്. ഞാനിങ്ങനെ അത്ഭുത പരതന്ത്രം. എൻ്റെ മോള് പറയും, അച്ഛാ വയസ്സായെന്ന് ആലോചിക്കണം, ഇങ്ങനെ രാത്രിയൊന്നും ഇറങ്ങി പോരുന്ന കൂടെ പറയും. ഞാൻ സൈക്കിളെടുത്ത് പോകുന്നു, നടക്കുന്നു, മൈലുകളോളം നടക്കുന്നു, മരങ്ങളോട് ഇങ്ങനെ സംബന്ധിച്ച്. ഇതൊക്കെ വരണമെങ്കിൽ ഒരു സാമ്പത്തികമായ ഭദ്രത ഒരു സമൂഹത്തിനുണ്ടാവണം. അതാവാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അന്യഥാ ബുദ്ധിയുള്ള മലയാളി ഇപ്പോഴും പരിസ്ഥിതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവന് വികസനം തന്നെയാണ് പ്രധാനം. വികസനവും പരിസ്ഥിതിയും കൂടെ തിരഞ്ഞെടുക്കേണ്ടത്, പരിസ്ഥിതി അവിടെ നിൽക്കട്ടെ, ഞങ്ങളൊന്ന് ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ ആളുകളുടെ സാമ്പത്തിക നിലവാരം ഉയരണം. അതോടൊപ്പം പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് സ്കൂളുകളിലെ ചെറുപ്പക്കാരിൽ മാത്രമേ എനിക്കതിനകത്ത് ഒരു പ്രതീക്ഷയുള്ളൂ. കാരണം 50 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇൻ എ ഹറി. ഇതുവരെ ഒന്നും നേടിയില്ല, എനിക്ക് ജീവിത ഭദ്രത ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് നിങ്ങൾ അത് നികത്തരുത്, ആ കുളം നികത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന വികസനം എന്ന ഒരു സമവാക്യം പ്രചരിപ്പിക്കാൻ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്, സാമൂഹ്യ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്, എഴുത്തുകാർക്ക് ബാധ്യതയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെ ഈ സന്ദേശം എത്തണം. അപ്പോൾ കുട്ടി തന്നെ പറയാം, അച്ഛാ ആ മരം മുറിക്കാതെ നമുക്ക് വീട് വയ്ക്കാം എന്ന് പറയുന്ന കുട്ടികളുണ്ടാവണം. എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കട്ടിങ് ആൻഡ് റിമൂവിങ്, ലെവലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് കട്ടിങ് ആൻഡ് റിമൂവിങ് ഓഫ് ട്രീസ്. അങ്ങനെയാണ് ആദ്യം 40കളിൽ ആയിരിക്കും ഇത്. ഒരു പ്രോജക്റ്റ് തുടക്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരങ്ങൾ മുറിച്ച് കളയുക, പിന്നെ ലെവൽ ചെയ്യുക. നേരെ തിരിച്ചാണ് ഇന്നത്തെ പാരിസ്ഥിതികമായ വിവേകം നമ്മളോട് പറയുന്നത്, മരം മുറിക്കാതെയും അത് ലെവൽ ചെയ്യാതെയും നിങ്ങൾക്ക് കെട്ടിടം കെട്ടാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ കോണ്ടൂർ വേറെ ആ കോണ്ടൂറിനെ നമ്മൾ മാനിക്കണം. അത്തരത്തിലുള്ള ആർക്കിടെക്ചർ വരണം, എക്കോളജിക്കലി സെൻസിറ്റീവ് ആർക്കിടെക്ചർ വരണം. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആർക്കിടെക്ട്സൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ വെളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മരത്തെ സംരക്ഷിക്കാനായിട്ട് കെട്ടിടം മാറ്റി വളച്ചെടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു കാർ പോർച്ചിന് മുമ്പിൽ ഒരു മരം വരാൻ വേണ്ടി അവരെ കെട്ടിടത്തിന് ഡിസൈൻ മാറ്റുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.